ഹായ് ഫ്രണ്ട്സ്, ഞാനീ പോകുന്നത് പുതിയടത്തേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ അമ്മ വിളിച്ചിട്ട് അടംബരം ഒന്ന് ചെല്ലണം എന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ ഏട്ടന് ഓട്ടം പോയതുകൊണ്ട് അഖിലേട്ടനെ വിളിച്ചു കേട്ടോ. മുത്തച്ഛൻ്റെ മോനാണ് അഖിലേട്ടൻ. ഞാനും അനിയത്തിയേ ഉള്ളൂ. ഞങ്ങൾക്ക് ആങ്ങളമാരില്ലാത്തതുകൊണ്ട് ആ സ്ഥാനം നികത്തുന്നത് ഈ മനുഷ്യനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളീ പോവുകയാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അഖിലേട്ടൻ വരുന്നത്. അഖിലേട്ടൻ എവിടെയോ പോകണമെന്ന് നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാവ് വഴി എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ആളും അനക്കവും ഒന്നുമില്ല കേട്ടോ. അടുത്ത മാസം ഈ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. 14 ദിവസത്തെ ഉത്സവമാണ് അടുത്ത മാസം കേട്ടോ. ഈ ടൈമിൽ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരും. അവരെയൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇരിക്കുവാണേ. ആദ്യമൊക്കെ എല്ലാ സൺഡേയിലും തന്നെ നമ്മൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു. ഇപ്പോൾ അവന് കരാത്തെ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ താന്നിക്കൽ പമ്പിലാണ് ഏട്ടൻ്റെ വണ്ടിയൊക്കെ നിർത്തുന്നത്. അപ്പോൾ അച്ചായൻസിൻ്റെ വണ്ടി കാണുമ്പോൾ ഒന്ന് എത്തി നോക്കും. ചുമ്മാ ഏട്ടനില്ലെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു പ്രതീക്ഷ. അതൊരു ശീലമായിപ്പോയി കേട്ടോ. കൊയിലേരി ടൗൺ വഴി ചുറ്റാതെ ഞങ്ങൾ താറാട്ടുകര സ്കൂൾ വഴിയാണ് പോകുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടത്തൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ റോട്ടിലെത്തി. ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഏട്ടൻ്റെ വീട് കേട്ടോ. ഇവിടുത്തെ വലിയൊരു ഗുണം ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, സമയത്ത് ഇറങ്ങിയാൽ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് വണ്ടിയും കയറാം, വീടിൻ്റെ മുറ്റത്ത് വന്ന് ഇറങ്ങുകയും ചെയ്യാം. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ കുറച്ച് നടക്കണം ടൗണിലോട്ട്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അകത്തോട്ട് കയറി. വീടിൻ്റെ അകത്ത് പിള്ളേരെയൊന്നും കാണാനില്ല കേട്ടോ. അമ്മേൻ്റെ അനക്കമൊന്നും കാണുന്നില്ല. ഞാനപ്പോൾ എല്ലാ റൂമിലൊന്നും എത്തി നോക്കിയിട്ടാണ് പോകുന്നത്. അപ്പം മാളുവിനെ കണ്ടിനെയും. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഓള് മീൻ നന്നാക്കുന്നു കേട്ടോ. അപ്പോൾ അബി എന്നോട് ആദ്യമേ പറഞ്ഞ് ഞാൻ നല്ല മെനക്കായതുകൊണ്ട് എൻ്റെ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് കേട്ടോ. അങ്ങനെ പേരിനുള്ള വീഡിയോ അങ്ങ് എടുത്തിട്ട് ഞാൻ നേരെ പോയത് അമ്മ നട്ട പച്ചക്കറി തോട്ടത്തിലേക്കാണ്. പകുതി മുക്കാലും പറിച്ചിനിരുന്നു. അവളുടെ ഫോട്ടോയും സ്റ്റാറ്റസൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലാണ് ഇപ്പോൾ വയനാട്ടിൽ. അതുകൊണ്ട് പച്ചക്കറി എല്ലാം കുറച്ച് വാടി തളർന്നായിരിക്കുന്നത് കേട്ടോ. കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. അമ്മ നല്ല ചാണകമൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വരാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ, അബീൻ്റെ കുറച്ച് റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ മീൻ കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എനിക്കുള്ള പങ്ക് അവൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തരാൻ വേണ്ടിയിട്ടാട്ടോ വിളിച്ചത്. അഖിലേട്ടൻ ക്യാമറ കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടി മാറുന്നുണ്ടേ. അമ്മേനെ അവിടെയൊന്നും കാണാത്തതുകൊണ്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അമ്മയ്ക്ക് കുടുംബശ്രീയാണ്, അമ്മ കുടുംബശ്രീക്ക് പോയിന്ന്. അമ്മേൻ്റെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പിന്നെ അമ്മ ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ. അപ്പം അമ്മ അങ്ങനെയാണ്, ആ സമയത്താണ് അമ്മ കുടുംബശ്രീക്ക് ചേരുന്നത്. അങ്ങനെ മീനും വാങ്ങി ഞങ്ങൾ ഇതാ പോവുകയാണ് കേട്ടോ. ഏട്ടൻ തിരക്കാക്കുന്നുണ്ടേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ക്യാമറ കണ്ടപ്പോൾ അവൾ വീണ്ടും ചമ്മി ഓടുന്നുണ്ട് കേട്ടോ. വഴിക്ക് വെച്ച് അമ്മേനെ കണ്ടപ്പോൾ അമ്മ എന്നെ തിരിച്ചു വിടുവാണ്. കൊച്ചിന് വേണ്ടി കോളിഫ്ലവർ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. പിന്നെ കുറച്ച് അച്ചാറൊക്കെ പാക്ക് ചെയ്ത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലെത്തിയേ. ഞാൻ പിന്നെ ഇറങ്ങി ഓടി. ഏട്ടന് തിരക്കാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പുറകുവശത്ത് കൂടെ ഓടി പുറകുനിന്ന് പറിച്ച് വെച്ച കോളിഫ്ലവർ എടുത്തു, അച്ചാറും എടുത്തു, തിരിച്ച് വേറെ വണ്ടിയിലേക്ക്. കയ്യിൽ കിട്ടിയതെല്ലാം കവറിൽ കുത്തി കയറ്റി ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. ഞങ്ങളവിടെ നിന്ന് വേഗം തന്നെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം പിന്നെ ഓരോന്നോരോന്നായി സെപ്പറേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. ഇപ്പോൾ കൊച്ചാണ് വീഡിയോ എടുക്കുന്നത്. അവനിഷ്ടപ്പെട്ട കൊഞ്ചയിലുണ്ടെന്ന് അബി എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ. വേവിച്ച കൊഞ്ചും വേവിക്കാത്ത കൊഞ്ചും ഒക്കെ ഉണ്ട്. ചെമ്മീൻ കൊഞ്ച് എന്നാണ് ഞാൻ പറയുന്നത്. കിട്ടിയ മീനൊക്കെ ഓരോ തരമായിട്ട് മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ. ഒരുമിച്ചെല്ലാം കൂടി ഫ്രിഡ്ജിൽ കയറ്റാനും പറ്റില്ല. ഓരോന്നും ഓരോ കവറിലും പാത്രത്തിലൊക്കെ ആയിട്ട് വേണം വെക്കാൻ. അങ്ങനെ ഓള് തന്നതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ടോ. ചെമ്മീനും പിന്നെ മാന്തൾ, മത്തി, പിന്നെ അയില, പേരൊന്നറിയാത്ത മീനെല്ലാം ഉണ്ട്. അതിൻ്റെ ഒന്നും പേരെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് എല്ലാ മീനുകൾ എന്നതിൽ പെടുവേ. പിന്നെയാണ് കിച്ചു ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ കൊണ്ടുപോയി വെച്ച കോളിഫ്ലവർ എടുത്തിട്ട് അമ്മച്ചി തന്നതാണ്, അതും കൂടെ കാണിക്കുന്നു മനസ്സിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അച്ചാറായിട്ട് കുറയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ച് അച്ചാറും എടുത്ത് കാണിക്കുകയാണ് കേട്ടോ. അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോനും ഏട്ടനും അമ്മയും ഒന്നും കൂട്ടില്ല കേട്ടോ. നല്ല പുളിയുണ്ടായിരുന്നു. അതാണ് എൻ്റെ മുഖത്തെ ഈ എക്സ്പ്രഷൻ. അത് കഴിഞ്ഞ് അത് ആ ടേസ്റ്റ് അറിയാൻ ഞാൻ ഓനോടും പറഞ്ഞു ഒന്ന് തിന്ന് നോക്കാൻ. ഓൻ നല്ല രസമുണ്ടെന്ന് പറഞ്ഞ എക്സ്പ്രഷനൊക്കെ ഇട്ടെങ്കിലും അത് കഴിഞ്ഞ പാട് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണാം കേട്ടോ.